അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് അള്ളാഹുവിനോട് കൂടുതൽ അടുക്കാൻ കഴിയും എന്നതിനെ കുറിച്ചാണ്. നമ്മൾ പലർക്കും അള്ളാഹുവിനോട് സ്നേഹമുണ്ട്, പക്ഷേ ആ സ്നേഹം ജീവിതത്തിൽ എങ്ങനെ കൂടുതൽ വളർത്തണം, എങ്ങനെ റബ്ബിനോട് കൂടുതൽ അടുത്തൊരു ബന്ധം ഉണ്ടാക്കണം എന്നത് ചിലപ്പോൾ അറിയാതെ പോകാറുണ്ട്. സോ ആദ്യം നമ്മൾ മനസ്സിൽ ഉറപ്പിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം എന്തെന്നാല്, ഈ ദുനിയ താൽക്കാലികമാണ്, ജന്നത്താണ് നമുക്ക് ശാശ്വതം. ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഈ ലോകത്തോടുള്ള അമിതമായ ആസക്തി പതിയെ കുറയും. കാരണം നമ്മളിവിടെ എന്നും ജീവിക്കാൻ വന്നവരല്ല, നമ്മളൊക്കെ യാത്രക്കാരാണ്. ഇന്ന് ചിലപ്പോ നമ്മളോടൊപ്പം ഉമ്മയും ഉപ്പയും കുടുംബവും സുഹൃത്തുക്കളും സമ്പത്തും എല്ലാം ഉണ്ടാകും. പക്ഷേ ഒരു ദിവസം നമ്മൾ ഈ ലോകത്ത് നിന്ന് യാത്രയാകുമ്പോ ഇവരാരും നമ്മളോടൊപ്പം വരില്ല. നമ്മളോടൊപ്പം വരുന്നത് ഒരു കാര്യം മാത്രമായിരിക്കും, നമ്മൾ ചെയ്ത നല്ല പ്രവൃത്തികൾ മാത്രം. അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ആഖിറത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധി. ഒരു പക്ഷേ നിങ്ങളിപ്പോ ഒരു പ്രയാസത്തിലൂടെയോ അല്ലെങ്കിൽ വിഷമത്തിലൂടെയോ കടന്നു പോകുന്ന ഒരാളായിരിക്കും. ഒരു കാര്യം ഓർക്കുക, ഈ ലോകത്തിലെ എല്ലാ പ്രയാസങ്ങൾക്കും ഒരവസാനമുണ്ട്. പക്ഷേ അള്ളാഹു ഒരുക്കി വെച്ച ജന്നത്തിലെ സന്തോഷങ്ങൾക്ക് ഒരിക്കലും അവസാനമില്ല. അതുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷ നഷ്ടപ്പെടുത്തരുത്. നമ്മൾ എത്ര വലിയ തെറ്റ് ചെയ്ത ആളാണെങ്കിലും അള്ളാഹുവിന്റെ കരുണയേക്കാൾ വലിയ പാപം ഒന്നുമില്ല. ബട്ട് ഒരു കാര്യം നിർബന്ധമാണ്, നമ്മൾ ചെയ്ത തെറ്റില് ആത്മാർത്ഥമായ പശ്ചാത്താപം. നമ്മൾ ചെയ്ത തെറ്റ് മനസ്സിലാക്കി, യാ അല്ലാഹ് ഞാനൊരു തെറ്റ് ചെയ്തു, എന്നോട് പുറത്തു തരണമേ എന്ന് ആത്മാർത്ഥമായി പറഞ്ഞാല് അള്ളാഹു പുറത്തു തരും. അള്ളാഹു നമ്മുടെ നന്മയും തിന്മ എഴുതുന്ന മലക്കുകളോട് പറയുന്നുണ്ട്, ഒരാൾ തെറ്റ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് തിന്മ എഴുതുന്നതിന് മുമ്പ് അദ്ദേഹം അതിനു വേണ്ടി പൊറുക്കലിനെ തേടുന്നുണ്ടോ എന്ന് നോക്കുക, എന്നിട്ട് മാത്രം അദ്ദേഹത്തിന്റെ തിന്മ രേഖപ്പെടുത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നമ്മൾ പൊറുക്കലിനെ തേടുന്നത് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു തെറ്റും ചെയ്തിരുന്നില്ല, എന്നിട്ടും ദിവസത്തിൽ അള്ളാഹുവിനോട് പല തവണയായി പൊറുക്കലിനെ തേടുന്നുണ്ട്. ഒരു ഹദീസിൽ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം അള്ളാഹുവിന് വേണ്ടി 100 ഇസ്തിഗ്ഫാർ ചൊല്ലാറുണ്ട് എന്ന്. അപ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ദിവസം നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നുണ്ടാവാം, നമ്മൾ എപ്പെങ്കിലും അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടിയിട്ടുണ്ടോ? വെറുതെ ഇരിക്കുന്ന സമയങ്ങളിലോ നടക്കുമ്പോഴോ വീട്ടുജോലികൾ ചെയ്യുന്ന സമയത്തോ നിങ്ങൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ആത്മാർത്ഥമായി പറയാൻ ശ്രമിക്കുക. ഒന്നിനും പറ്റിയിട്ടില്ലെങ്കിൽ 5 വക്ത് നിസ്കാരങ്ങൾ കഴിഞ്ഞാല് കുറച്ച് സമയം അള്ളാഹുവിനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക. ഇന്നു മുതൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യും എന്നുറപ്പുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇൻഷാ അല്ലാഹ് എന്ന് ആത്മാർത്ഥമായി കമന്റ് ചെയ്യുക. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തില് വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് ഈ ചെറിയ ദിക്റുകളായിരിക്കും. അതുപോലെ തന്നെ ദിവസവും കുറച്ച് മിനിറ്റെങ്കിലും ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒരു ആയത്ത് മാത്രമാണെങ്കിലും ഓതാൻ ശ്രമിക്കുക. അതിന്റെ അർത്ഥം മനസ്സിലാക്കി പാരായണം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. കാരണം ഖുർആൻ വായിക്കുന്ന സമയത്ത് പതിയെ അള്ളാഹുവിനോട് കൂടുതൽ അടുക്കാൻ തുടങ്ങും. അതുപോലെ തന്നെ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് അള്ളാഹുവിനോട് നമ്മൾ നന്ദി പറയാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്, എന്നാലും നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുക, എനിക്കത് കിട്ടിയിട്ടില്ല. ഓൾക്ക് വീട് നൽകിയിട്ടുണ്ട്, ഓൾക്ക് കാറ് നൽകിയിട്ടുണ്ട്, എനിക്കതൊന്നും നൽകിയിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ അള്ളാഹുവിനോട് പരാതി പറയുകയാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ ലോകത്ത് ഒരുപാട് ആൾക്കാർക്ക് കൈയില്ലാതെ ഉണ്ട്, കാലില്ലാതെ ഉണ്ട്, കണ്ണില്ലാതെ ഉണ്ട്. ഈ വിഭാഗത്തിലൊന്നും അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മൾ അള്ളാഹുവിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. നമ്മൾ നന്ദിയുള്ളവരാവാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ അള്ളാഹുവിനോട് ഹൃദയം തുറന്ന് സംസാരിക്കുക. എന്ന് പറഞ്ഞാൽ നമ്മൾ ദുആ ചെയ്യുക. നമുക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടാകുമ്പോൾ നമ്മുടെ വിഷമങ്ങളൊക്കെ ആ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനോടാണ് പറയുക. അതുപോലെ നമ്മൾ അള്ളാഹുവിനോട് പറയാൻ വേണ്ടി ശ്രമിക്കുക. നമ്മളെ ബെസ്റ്റ് ഫ്രണ്ടാണ് അള്ളാഹു. ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്നത് പോലെ നിങ്ങളുടെ സന്തോഷങ്ങളും വിഷമങ്ങളും ഭയങ്ങളും പ്രതീക്ഷകളും എല്ലാം അള്ളാഹുവിനോട് പറയുക. ദുആ ചെയ്യുമ്പോൾ ഒരു കാര്യത്തിലും സംശയിക്കാൻ പാടില്ല. അള്ളാഹു എൻ്റെ ദുആ കേൾക്കുന്നുണ്ട്, എനിക്ക് ഏറ്റവും നല്ലത് തന്നെയാകും അള്ളാഹു നൽകുക എന്ന വിശ്വാസത്തോടെ ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ദുആക്കും മറുപടി നൽകും. ചിലപ്പോൾ നമ്മൾ ചോദിച്ചത് തന്നെ നൽകും, ചിലപ്പോൾ അതിലും നല്ലത് നൽകും, ചിലപ്പോൾ ആ ദുആ ആഖിറത്തിനായി സൂക്ഷിച്ചു വെക്കും.
നിയത്തോടുകൂടി ഓരോ പ്രവൃത്തി ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ പ്രവൃത്തി ഞാൻ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിൽ കരുതുകയാണെങ്കിൽ സാധാരണ ഒരു ചെറിയ പ്രവൃത്തി പോലും വലിയ പ്രതിഫലം ലഭിക്കുന്ന ഇബാദത്തായി മാറും. അവസാനമായി ഒരു കാര്യം കൂടെ പറയാം. ഒരു ദിവസം കൊണ്ട് പൂർണ്ണമായി മാറാൻ ശ്രമിക്കരുത്. എല്ലാ ദിവസവും ഇന്നലത്തേക്കാൾ 1% ഇന്ന് ചെയ്യാൻ ശ്രമിക്കുക. ഒരു ദിക്റ് കൂടുതൽ ചെല്ലുക, ഒരു പേജ് എക്സ്ട്രാ ഓതുക. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളാണ് നമ്മളെ അള്ളാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട അടിമകളിൽ ഉൾപ്പെടുത്തുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും തന്റെ തൃപ്തി നേടിയ അടിമകളിൽ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു തരട്ടെ. നമ്മുടെ ഹൃദയങ്ങളെ നിസ്കാരത്തോടും ഖുർആനോടും ദിക്റിനോടും കൂടുതൽ അടുപ്പിക്കട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെ എല്ലാവരെയും അള്ളാഹു ഒരുമിച്ച് ചേർക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.